അൻവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി ഗുരുതരമായി ഉന്നയിച്ച കാര്യം ഇതാണ്. ADGP RSS കൂടിക്കാഴ്ചയുടെ ഇന്റലിജൻസ് റിപ്പോർട്ട് P ശശി പൂഴ്ത്തിയെന്ന് PV അൻവർ പറയുകയാണ്. മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചു. മുഖ്യമന്ത്രി ഇതൊക്കെ ബോധ്യപ്പെടുമ്പോൾ തീരുമാനമുണ്ടാകുമെന്നും അൻവർ പറഞ്ഞു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-5 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ നിറയുന്നത്. നിങ്ങളറിയേണ്ടത് ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എൻ്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസിച്ചവർ ചതിച്ചാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശ്വസിച്ചവർ അദ്ദേഹത്തെ ചതിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം പരിപൂർണമായും പരിശോധിക്കുകയാണ്. അജിത് കുമാറിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കാര്യത്തിലായാലും അദ്ദേഹം വിശ്വസിച്ചവരെ വല്ലാണ്ട് വിശ്വസിച്ചു. അവരെ അവിശ്വസിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ ലോകം ഒന്നായിട്ട് കുലുങ്ങിയാലും അദ്ദേഹം അതിൽ കുലുങ്ങൂല. അത് അദ്ദേഹത്തിൻ്റെ പ്രകൃതമാണ്. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരിപൂർണ ബോധ്യം വരുന്നതോടുകൂടി അതിൻ്റെ മുകളിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച പ്രതികളെ പോലീസ് രക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് PV അൻവർ. RSS സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയാണ്. കേസ് അന്വേഷിച്ച DYSP BJPയുടെ ബൂത്ത് ഏജന്റായിരുന്നുവെന്നും അൻവർ ആരോപിക്കുകയാണ്. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിൻ്റെ 1ാം ഘട്ടം. 2ാം ഘട്ടവും സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ആ മനുഷ്യനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഈ പോലീസ് എത്ര കാലം സമൂഹത്തിൽ ഇറങ്ങി വരാൻ കഴിയാത്ത വിധം സ്വാമിയുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന വാർത്തകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെൻറ്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഞാനിത് ചുരുക്കി വായിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ ചെയ്യാം. കാരണം നമ്മളെ പത്രസമ്മേളനം വല്ലാതെ നീളുന്നു എന്നൊരു പരാതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അത്ര വിശദീകരിക്കുന്നില്ല. കാര്യങ്ങൾ അതിൻ്റെ ചുരുക്കം മാത്രം നിങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഇതിൽ മറ്റൊരു കാര്യം അത് ആദ്യം തന്നെ പറഞ്ഞേക്കാൻ മറന്നുപോകും. ഈ കേസിൻ്റെ 1ാം ഘട്ടത്തിൽ ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു DYSP ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ DYSP അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് എന്നാണ്. അദ്ദേഹമാണ് ഈ കേസിലെ 1ാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ചില ഫോട്ടോസ് ഇപ്പോൾ റിട്ടയർഡാണ്. ഈ കേസന്വേഷണം കഴിഞ്ഞ് അദ്ദേഹം റിട്ടയർഡായിട്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ ബൂത്ത് ഏജൻ്റാണ് ഈ പറയുന്ന വ്യക്തി. ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം. ഒരു ഫോട്ടോ അല്ല, ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി. ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി എന്നെ പുതച്ചിരിക്കുന്ന നോക്കൂ നിങ്ങൾ. അപ്പൊ എന്താ ചെയ്യുന്നത്? അങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആരാണ് ഉന്നമെന്ന സംശയം കൂടി ബലപ്പെടുന്നു. ഗുരുതര ആരോപണങ്ങളാണ് ഉയർത്തുന്നത്. മലപ്പുറത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. P ശശിക്കെതിരെയും ഇന്ന് ചിത്രത്തിലേക്ക് വ്യക്തമായ രീതിയിൽ ആരോപണമുന വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ഈ വാർത്താ സമ്മേളനത്തിന്റെ രത്നച്ചുരുക്കം?
പ്രജീഷ്, അൻവറിന്റെ ആരോപണങ്ങൾ തുടങ്ങി രണ്ടാം ആഴ്ച പിന്നിടുകയാണ്. അപ്പോൾ പി ശശിയിലേക്ക് നേരിട്ട് ഫോക്കസ് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയൊക്കെ ഒളിയമ്പുകളായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ഷാർപ്പായി നേരിട്ട് തന്നെ പി ശശിയെ അൻവർ കടന്നാക്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ വാർത്താ സമ്മേളനം കൂടി വരുമ്പോൾ അൻവറിന്റെ ആരോപണങ്ങളുടെ ഒരു പോക്ക് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പി ശശിക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകുമെന്നും പറഞ്ഞിരിക്കുന്നു. അൻവറിന്റെ ആരോപണങ്ങളിലേക്ക് വന്നാൽ, അതായത് ADGPയും RSSുമായുള്ള ബന്ധം അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച, അത് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചു. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു പോലീസ്. അത് പി ശശി അറിഞ്ഞു. പി ശശി അറിഞ്ഞിട്ടും നടപടി സ്വീകരിച്ചില്ല. അത് നിരുത്തരവാദിത്തപരമായ സമീപനമാണ്. ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തത്തിലുള്ള ആൾക്ക് ചേർന്ന സമീപനമല്ല. ഇതിനെതിരെ പരാതി നൽകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അൻവർ വ്യക്തമാക്കിയിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകുമെന്നുള്ള കാര്യം PV അൻവർ വ്യക്തമാക്കി വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശരി അരുൺ, എന്തായാലും അങ്ങനെ ഈ തിരക്കഥ അല്ല ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് വരികയാണ് അൻവർ എന്നുള്ളതാണ്. വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇനി എത്ര നാൾ ഈ ADGPയെ ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ദിവസവും നമ്മൾ ഉന്നയിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, പൊതുപ്രവർത്തകൻ ബിജിലി ജോസഫ് അഡ്വക്കേറ്റ് കൂടി ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഡയറക്റ്റ് പറഞ്ഞു പോവുകയാണ് ഗോദയിലേക്ക് പുതിയ ആരോപണങ്ങളുമായി എത്തുമ്പോൾ നേരത്തെ ഗോവിന്ദനടക്കം പറഞ്ഞത് പരാതി എഴുതി തന്നിട്ടില്ല PV അൻവർ എന്നുള്ളതാണ്. ഇനി പരാതി രേഖാമൂലം നൽകാൻ പോവുകയാണ്. അവിടെ പറയുമ്പോൾ ഗുരുതരമായ 2023 വളരെ ഗുരുതരമായ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിൻ്റെ ഉത്തരവാദി P ശശി എന്നുകൂടി ആരോപിക്കുകയാണ്. ഇനിയും എത്ര നാൾ സംരക്ഷിക്കാൻ കഴിയും ശ്രീ റെജി ലൂക്കോസ് ഈ ADGP? പ്രതീക്ഷ ബഹുമാനപ്പെട്ട അൻവർ എന്നത് പത്രസമ്മേളനത്തിൽ P ശശിയെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാന്നുണ്ടെങ്കിലാണ് ഒരു പാർട്ടിക്ക് തീരുമാനമെടുക്കാൻ പറ്റുക. അതല്ലേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഒരു MLA, ഒരു സ്വതന്ത്ര MLA, ബഹുമാനപ്പെട്ട അൻവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നിഷേധിക്കുന്നില്ല. അത് പാർട്ടി ചർച്ച ചെയ്യാതെ കണ്ട്, തെളിവില്ലാതെ കണ്ട് അതിനെക്കുറിച്ച് എടുക്കാൻ പറ്റുക. അതല്ലേ അതിന് ശരിയെന്ന് പറയുന്നത്. ഇപ്പൊ അൻവർ പല കാര്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിനനുസൃതമായ രീതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. ആ പരാതി റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട് ശരിയായിരുന്നില്ലേ? അത് കൈവശമുണ്ടല്ലോ. അല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ? P ശശിയുടെ കൊടുത്തു, അദ്ദേഹം അത് പൂഴ്ത്തി വെച്ച് മുഖ്യമന്ത്രി കാണിച്ചില്ലെന്നുള്ള പറഞ്ഞത്. അത് അന്വേഷിച്ചിട്ട് അതിൽ വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കും. ബഹുമാനപ്പെട്ട അൻവർ MLA പിന്നെ ഇവിടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന പല വസ്തുതകളും ശരിയാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടല്ലേ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ ഒരു SP സസ്പെൻഡ് ചെയ്തു, ഒരു DYSP സസ്പെൻഡ് ചെയ്തു, ഒരു SP ട്രാൻസ്ഫർ ചെയ്തു, 7 DYSPമാരെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊരു അവസരം, സമയം കൊടുക്കണ്ടേ സർക്കാരിന്? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതനുസരിച്ച് ഒരു കടലാസ് കിട്ടി കൊടുത്ത് രാജിവെക്കാൻ പറ്റുമോ? അപ്പൊ അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ അതായത് ഈ 16-ാം തീയതി മുതൽ അവധി എടുത്തിരുന്ന ഈ ADGP ആ അവധി പിൻവലിച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം ധാർഷ്ട്യത്തോടുകൂടിയും വ്യക്തതയോടുകൂടി നെഞ്ച് വിരിച്ച ആ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ കൈവശം ഒരു ബ്ലാക്ക് മെയിലിംഗ് രീതിയാണോ? കാരണം 16-ാം തീയതിയൊക്കെ അദ്ദേഹം അവധി, ഒരു 4 ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കുമെന്ന് നേരത്തെ എടുത്തതാണ്. അത് ക്യാൻസൽ ചെയ്ത് വെല്ലുവിളിക്കുകയാണ് സർക്കാരിനെ. അതിനകത്ത് വെല്ലുവിളിയൊന്നുമില്ല പ്രതീക്ഷ. അതിപ്പോ അദ്ദേഹം വ്യക്തിപരമായ രീതിയിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലാതെ വന്നപ്പോ അദ്ദേഹം പിന്നെ ലീവ് ക്യാൻസൽ ചെയ്തു. ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം സർക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. DGPയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു സംഘം തന്നെ ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ റിസൾട്ടല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു ക്ഷമ കൊടുക്കണ്ടേ? സ്വാഭാവികമായിട്ട് LDF കമ്മിറ്റി കൂടുന്നുണ്ട്. അവിടെ ചർച്ച ആവില്ലെന്ന് എനിക്കറിയത്തില്ല വ്യക്തമായിട്ടൊന്നും. എങ്കിൽ പോലും സർക്കാരിനെ ഇതൊരു മന്ത്രിസഭാ യോഗം ചേർന്നുവല്ലോ. വിവാദമായിട്ട് ഒരു ആഭ്യന്തര വകുപ്പിനെതിരെയും അതിന് കീ പോസ്റ്റിലിരിക്കുന്ന ആളിനെതിരെയും ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ അതൊന്ന് പരാമർശമായിട്ട് പോലും വന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെ നമ്മളിതിനെ വിലയിരുത്തണം? അല്ല, മന്ത്രിസഭയിൽ അത് പരാമർശമായിട്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ബാധികാരായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് മന്ത്രിസഭയുടെ ബ്രീഫിംഗ് പുറത്തു വരുമ്പോൾ മാത്രമേ സൈറ്റിലൂടെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെയൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം, പൊളിറ്റിക്കൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വൈകുന്നേരത്തെ LDFന്റെ അകത്ത് ഉചിതമായ രീതിയിലുള്ള തീരുമാനം എടുക്കും. തന്നെയുമല്ല, ബഹുമാനപ്പെട്ട VP രാമകൃഷ്ണൻ LDF കൺവീനർ എന്താ പറഞ്ഞത്? അൻവർ എഴുതി കൊടുക്കേണ്ട പരാതികൾ അൻവർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ P ശശിയെ കുറിച്ചുള്ള പരാതി അന്നേരം അന്വേഷിക്കാന്ന് പറഞ്ഞു. അതല്ലേ ശരി. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2 ദിവസം ഇന്ന് കൊടുക്കാന്ന് പറഞ്ഞ് അദ്ദേഹം പോസ്റ്റ്പോൺ ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ ആ പരാതി കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ പരാതി വരട്ടെ. പരാതി മുന്നിൽ വന്നതിന് ശേഷമല്ലേ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ മുതൽ എത്രയോ ആളുകൾ പരാതിയായിട്ട് വരും. ഒരു സർക്കാർ സംവിധാനത്തിലും ഒരു മുന്നണി സംവിധാനത്തിലും. അതായത് CPI ശക്തമായി ആവശ്യപ്പെടുകയാണ്. അവിടെ മറ്റ് പാർട്ടികളടക്കം ഘടകകക്ഷി പാർട്ടികൾ RJD അടക്കം ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. കൂടുതൽ ഘടകകക്ഷികൾ എത്തിയേക്കാം. ഉറച്ച സ്വരത്തിൽ CPI പറയുമ്പോൾ അത് ആ മുന്നണി യോഗത്തിൽ LDFൽ ഇത് ചർച്ചയാവുമെങ്കിൽ ഇന്നത് പ്രതീക്ഷിക്കേണ്ടത് നാളെയെങ്കിലും ഈ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്.
കാരണം CPM-ന്റെ നയം എന്താണ്? ഒരു RSS വെറും ലാഘവത്തോടെ കളയാൻ കഴിയുമോ ഈ വിഷയത്തെ? ഇത് നോക്കൂ, ചിറ്റയം ഗോപകുമാർ പറഞ്ഞതിൻ്റെ വരി എന്താ? അവർക്കൊക്കെ ഈ പരമാവധി ഈ സംവിധാനത്തിൽ നിന്നും പറയുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ഭാഷയിൽ അവർ പറയുകയാണ്. എന്നിട്ടും ഈ മുഖ്യമന്ത്രിക്ക് ഇത് ഒരു ബോധ്യവും വരുന്നില്ലേ? അത് പ്രതീക്ഷ, മുഖ്യമന്ത്രി ഭരണ സംവിധാനത്തിന്റെ തലവനാ. പാർട്ടിയും LDF എന്ന് പറയുന്നത് രാഷ്ട്രീയ സംവിധാനമാണ്. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ പാർട്ടി LDF എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഒരു ജനാധിപത്യത്തിൽ ചെയ്യേണ്ടത്. അത് ഔദ്യോഗികമായി ചർച്ച നടത്തിയതിനു ശേഷം തീരുമാനമെടുക്കും. പ്രഥമദൃഷ്ട്യാ കാരണം കണ്ട വിത്തിൽ കുറ്റക്കാരെന്ന് കണ്ടവർക്ക് നടപടി സ്വീകരിച്ചില്ലേ? നിങ്ങൾ മാധ്യമങ്ങളല്ലേ ഇതെല്ലാം പുറത്തു കൊണ്ടത്, അൻവറിന്റെ ആരോപണങ്ങളെല്ലാം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ആർക്കെതിരെയാണ് പേര് പറഞ്ഞ് ഉന്നയിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ വ്യക്തി ഈ കസേരയിൽ തന്നെ ഉണ്ടോ ഇല്ലയോ സാർ? ആ കസേരയിൽ തന്നെ അല്ലേ സാർ ഇരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യ, അതിനൊരു സംശയം ആയിരിക്കണം. പക്ഷെ അതിനകത്ത് സാങ്കേതികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. മല ഭഗീരഥ പ്രയത്നമൊന്നും വേണ്ടല്ലോ, അതെന്താണ് ഈ സാങ്കേതികതയിൽ ഊന്നുന്നത്? അല്ല, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അന്വേഷണത്തിന് ഒരു സംഘത്തെ രൂപീകരിച്ചപ്പോൾ, പ്രത്യേകിച്ച് DGP-യുടെ നേതൃത്വത്തിൽ സംഘത്തെ സർക്കാർ നിയോഗിച്ചപ്പോൾ അതിന്റെ റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കാന്നൊരു സാമാന്യ മര്യാദയില്ലേ? അതൊരു സാങ്കേതികത്വല്ലേ? അതൊരു നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന തത്വമല്ലേ? അതിനു വേണ്ടിട്ട് നിങ്ങൾ ഇതിനാണ് ക്ഷമ കാണിക്കാതിരിക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രശ്നമല്ല, അതിന് അൻവറിനെ നിങ്ങൾക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ആ അൻവറാണ് ചോദിക്കുന്നത് എന്നെ കൊടുക്കാൻ വേണ്ടിയാണോ ഈ വ്യക്തിയെ ഈ കീ പോസ്റ്റിൽ തന്നെ ഇരുത്തുന്നത് എന്ന്. അത് ചോദിക്കുന്നത് PV അൻവറും ഈ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങി നിൽക്കുന്ന PV അൻവർ അടക്കമുള്ളവരാണ് പറയുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യമുണ്ടെന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, സർക്കാരിന് ബോധ്യമായിട്ടുണ്ട്, പാർട്ടിക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പൊ CPI ഒരു ആവശ്യം ഉന്നയിച്ചു. D രാജ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ആനി രാജ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഞാൻ ആ ബൈറ്റ് കണ്ടില്ല, ഞാനത് നിങ്ങൾ പറഞ്ഞ് വിശ്വസിക്കുന്നു. അപ്പൊ അതെല്ലാം LDF ചർച്ച ചെയ്യും. അതിനല്ലേ ഇപ്പൊ LDF കൂടിക്കൊണ്ടിരിക്കുന്നത്. LDF വിളിച്ചെന്തിനാ? ഇതിനു വേണ്ടിയിട്ടാണ്. ഇപ്പൊ പുതിയ LDF കൺവീനറിന്റെ ആദ്യത്തെ LDF യോഗമാണ്. അതിൽ ചർച്ച ചെയ്യും. അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചേക്കാം എന്നാണോ ശ്രീ റെജി ലൂക്കോസ് കരുതുന്നത്? ഈ LDF യോഗത്തിന് ശേഷം അത്ഭുതങ്ങൾ സംഭവിക്കുമോ? ഇതിനകത്ത് അത്ഭുതകരമായ കാര്യം എന്താണ്? ഒരു ഉദ്യോഗസ്ഥനെ മാറ്റത്തിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. അത് സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനാണ്, അതൊക്കെ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അത്ഭുതകരമായ കാര്യമൊന്നുമില്ല. അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്രിസഭ രാജിവെക്കാന്നൊക്കെ ഉള്ള നിങ്ങളുടെ വ്യാഖ്യാനത്തിന് വേണേൽ അത്ഭുതം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ല. തീരുമാനങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷം അത് LDF തീരുമാനിക്കും. അതിപ്പോ റെജി ലൂക്കോസിനെ പ്രതീക്ഷ ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെതായ ഒരു രീതിയുണ്ട്, അതനുസരിച്ച് ചെയ്യും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ്. ഞാൻ അങ്ങിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ബിജിലി ജോസഫ്, ഇത്ര ദിവസമായിട്ട് കേട്ട ഗുരുതരമായ ആരോപണത്തിന് അപ്പുറത്തേക്ക് ഓരോ ദിവസവും അൻവർ വന്ന് പൊട്ടിക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പൊളിറ്റിക്സ് സെക്രട്ടറിക്ക് ഈ RSS ADGP ബന്ധവുമായി സംബന്ധിച്ച് കിട്ടിയ ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ആ ഓഫീസിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ തൊട്ട് താഴെയുള്ള ഒരു തലവനായി അദ്ദേഹത്തെ കാണാം. പറയുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടോ? ഈ ADGP എത്ര നാൾ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും? ശ്രീ ബിജിലി ജോസഫ്. ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ ഇന്നിപ്പോൾ കേരളത്തിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ഉയർന്നു വരുന്ന വലിയ ആരോപണങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിമർശനം ഇക്കാര്യത്തിൽ എനിക്കുണ്ട്. നമുക്കറിയാമല്ലോ, ഇക്കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് അതിൻ്റെ യോഗം ചേരുന്നു. ആ യോഗം ചേരുന്നതിന് മുമ്പായി തന്നെ മുന്നണിയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ADGPക്കെതിരായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയുടെ ഭാഗത്തു നിന്നല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയുള്ള, അവരെ പിന്തുണയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട MLA നിരന്തരമായി ഈ ഉദ്യോഗസ്ഥർക്കെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കേണ്ട ആളുകളെ മുഖ്യമന്ത്രി ആയാലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും ബന്ധപ്പെട്ട ആളുകളെ അദ്ദേഹം കണ്ടു കഴിഞ്ഞിരിക്കും. അങ്ങനെ കണ്ടതിന് ശേഷവും
നിരന്തരമായി വാർത്താ സമ്മേളനങ്ങളിലൂടെ തൻ്റെ ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിലുണ്ടാകുന്ന ഇക്കാര്യത്തിലുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനുണ്ട്. അത് പരിഹരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം പ്രജീഷേ, സീസർ മാത്രമല്ല സീസറിൻ്റെ ഭാര്യയും ശുദ്ധയായിരിക്കണം എന്നുള്ള ഒരു ചൊല്ലി ഇക്കാര്യത്തിൽ വളരെയേറെ പ്രാധാന്യത്തോടെയാണ് ഞാൻ കാണുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ നയത്തിനെതിരായി, ആ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന പൊതുനയങ്ങൾക്കെതിരായി, ആ ഗവൺമെൻറ്റിൻ്റെ പോളിസിക്കെതിരായി പരസ്യമായ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നുള്ള ആരോപണം ഭരണകക്ഷിയുടെ MLA ഉന്നയിക്കുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി കാണാനുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾക്കുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി നിരന്തരമായി ഇത്തരമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടും അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തില്ല എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നതിനായി ഇടയായിട്ടുണ്ട്. ഒന്നുകിൽ ഈ ആരോപണങ്ങളിൽ അടിസ്ഥാനരഹിതമാണ് എന്ന് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൻവറിനെ തള്ളിക്കളയണം, അൻവറിനെതിരായി നടപടിയെടുക്കാൻ തയ്യാറാകണം. അതിൽ കേരളത്തിലെ ഒരു MLA ആണ് അദ്ദേഹം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് അദ്ദേഹം. അദ്ദേഹം മുഖ്യമന്ത്രിയെ കുറിച്ച് എപ്പോഴും അദ്ദേഹം ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അൻവറിനെ പോലെയുള്ള ആളുകൾ, അതിനുശേഷം ഇന്നലെ ജലീലിൻ്റെ പ്രസ്താവന, ജലീലാരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA എന്നുള്ള നിലയ്ക്ക്, കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നയാളെന്നുള്ള നിലയ്ക്ക് ജലീൽ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തെ പോലീസ് SP ആയ ശശിധരനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് 2ാമത്തെ വിക്കറ്റ് വീണിരിക്കുന്നുവെന്നാണ്. 2ാമത്തെ വിക്കറ്റ് വീണു എന്ന് പറയുമ്പോൾ ഇനി 3ാമത്തെ വിക്കറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ജലീൽ പറയുക. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മുൻ മന്ത്രിമാർ, MLA-മാർ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുകയും ആരോപണത്തെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഈ ആരോപണത്തിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ചില ഘടകകക്ഷികൾ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഗൗരവതരമായി പ്രശ്നത്തെ കാണണം. സ്വർണം പൊട്ടിക്കലായാലും കൊലപാതകമായാലും നമുക്കൊരു ഇടവേള എടുത്ത ശേഷം അതിവേഗം തിരികെ എത്താം. ഇടവേളയിലേക്ക്. ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ അൻവർ പറയുന്ന വളരെ ഗുരുതരമായ ഒരു കാര്യം, ഈ പോലീസിൽ ഒരു RSSന്റെ വിങ് പ്രവർത്തിക്കുന്നു കൃത്യമായി എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം അത് പറയുന്നത്. അതിൻ്റെ ക്യാപ്റ്റനാണ് ADGP എന്ന് പറയുമ്പോൾ ഇതേ ADGP ഇനി അങ്ങനെ CPM-ന് കൈവശം ചേർത്ത് പിടിച്ച് ഒരു കീ പോസ്റ്റിൽ അങ്ങനെ ഫീൽഡ് ചെയ്യിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമോ ശ്രീ റെജി ലൂക്കോസ്? ാണ് പ്രത്യേകിച്ച് RSS-ലുമായിട്ട് നേരിട്ട് കണ്ടു എന്ന് പറഞ്ഞൊരു DGP ആദ്യനാളെ ഈ ചുമതലയില് പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുക എന്ന് പറയുന്ന ഒരു അനൗചിത്യമുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു, നമ്മൾ തന്നെ ആയിരിക്കുന്നത് ശരിയല്ല. പക്ഷേ അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് തന്നെയല്ല, ഇപ്പൊ നമ്മുടെ പാർട്ടിയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും അവർ വരികൾക്കിടയിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ് മിക്കവാറും എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഉള്ള ഒരു മറുപടി അത്രയേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, കേരളീയ നേരത്തെ ബിജിലി ജോസഫ് പറഞ്ഞതുപോലെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം ഈ 2 വള്ളത്തിൽ കാലി ചവിട്ടി അല്ലെങ്കിൽ നടുക്കടലിൽ നിൽക്കുകയാണോ നമ്മുടെ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. അൻവറിനെ തള്ളാനും വയ്യ, മറ്റേ അപ്പുറത്തെ ആരോപണ വിധേയരെ അവരെയും തള്ളാൻ കഴിയുന്നില്ല. അല്ല, മുഖ്യമന്ത്രി അങ്ങനെ നടക്കണമെന്നില്ല. അത് പിണറായി വിജയനെ കുറിച്ചുള്ള വായന മോശമായതുകൊണ്ട് അദ്ദേഹം ഇന്നലെ കോവളത്ത് വെച്ച് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റിയുടെ ബിൽഡിംഗ് ഉദ്ഘാടനത്തിൽ അദ്ദേഹം തുറന്നു സംസാരിച്ചല്ലോ. അങ്ങനെയൊന്നും ആരും CPM-നെ തളർത്തി എവിടെയെങ്കിലും കൊണ്ട് കൂട്ടിക്കെട്ടി പിന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ വേറുന്നൊരു മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ വെറുതെ ഭാവനയിലെന്ന് പറയുന്ന കാര്യങ്ങളാണ്. 2023 ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ശശി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരിക്കില്ലേ? കാരണം ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. ഒരു സ്റ്റേറ്റിനെ ഭാവിയിൽ പോലും ഉലയ്ക്കാവുന്ന ഇടതുപക്ഷത്തിന്റെ നയം, ഒരു പാർട്ടി നേതാക്കിനെ കണ്ടു എന്നുള്ളതല്ല, ഒരു CPM-ന്റെ നയം, അത് ഭാവിയിൽ അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായേക്കാമെന്ന് മുഖ്യമന്ത്രിക്ക് അങ്ങനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുമോ, പൂഴ്ത്തിവെക്കപ്പെടുമോ? അല്ല, അത് അന്വേഷിക്കട്ടെ. PV അൻവർ ഉന്നയിച്ച ഇന്നിപ്പോ ഒരു മണിക്കൂർ മുമ്പാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളവരും അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തണ്ടേ. ഇപ്പൊ ഒരു ആരോപണം വന്ന ഉടനെ തന്നെ നമുക്കൊരു മറുപടി പറയാൻ പറ്റുമോ?
ഞാനതിൽ ഏതായാലും 100% വിശ്വസിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി അതങ്ങനെ പൂഴ്ത്തിവെക്കുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ ഉണ്ടോ? ആരെങ്കിലും കൊടുത്ത ഇൻഫർമേഷൻ കൊണ്ട് അദ്ദേഹം പറഞ്ഞ സാധ്യതയുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പി ശശിയെ പോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെ മുഖ്യമന്ത്രിക്കുള്ള റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നുള്ളൊരു എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പാർട്ടി പരിശോധിക്കേണ്ടതാണ്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്, പാർട്ടി പരിശോധിക്കേണ്ടതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വരുന്ന റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹം പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ശരി ശരി, അവസാനമായി ശ്രീ ബിജിലി ജോസഫിലേക്ക് കൂടി സമയം കുറവുള്ളത് കൊണ്ടാണ്, ഓണക്കാലമായിട്ടും പരസ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ ഉള്ളൂ എന്നത് കൂടി അറിയിക്കുകയാണ്. ശ്രീ ബിജിലി ജോസഫ്, ഈ അന്വേഷണം ഈ ADGPയെ സല്യൂട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ 3 IPS ഉദ്യോഗസ്ഥരെ വെച്ച് മുന്നോട്ട് കൊണ്ടുവന്നത് ശരിയാണോ? ധാർമ്മികതയുടെ വശം നിയമപരമായി നോക്കുമ്പോൾ അത് പക്ഷേ അത് തെറ്റില്ലെങ്കിലും ധാർമ്മികത എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. DGP തെളിവുകൾ ശേഖരിച്ച് നേരിട്ടിറങ്ങി അതിന് പരിമിതികളുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഫീൽഡിലേക്ക് പോകുന്നത് ഇത് ആരോപണവുമായി ബന്ധപ്പെട്ട് ആത്യന്തിക തെളിവുകളൊക്കെ എടുക്കാൻ. അപ്പോൾ ഈ അന്വേഷണം ഒരു പ്രഹസനമാണ്. അല്ല, അങ്ങ് പറഞ്ഞതിൽ അല്പം കാര്യമില്ലാതില്ല. കാരണം DGP അന്വേഷണം ഏർപ്പെടുത്തിയാലും DGPക്ക് നേരിട്ട് DGPയെ പോലെ ഉയർന്ന ഉദ്യോഗസ്ഥന് സംസ്ഥാനത്തെ പോലീസിൻ്റെ ആകെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥന് ഇത് ഫലപ്രദമായി തൻ്റെ കീഴ് ജീവനക്കാരെ ഉപയോഗിക്കാതെ ഒരു അന്വേഷണം നടത്താൻ സാധിക്കുകയില്ല. അതേസമയം ഈ സർവീസിൽ ഇരുന്നു കൊണ്ട് ആരോപണ വിധേയരായ ആളുകൾ സർവീസിലിരിക്കെ അല്ലെങ്കിൽ ചുമതലകളിലിരിക്കെ അന്വേഷണം നടത്തുന്നതിനുള്ള ഒരു ഔചിത്യക്കുറവ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അന്വേഷണത്തിന് ഇടപെടാൻ സാധിക്കും. അങ്ങനെ ഇടപെടാൻ അനുവദിക്കുമോ? ഈ റിപ്പോർട്ട് നമുക്കൊക്കെ അറിയാമല്ലോ. DGPയും ADGPയും തമ്മിലുള്ള ശീതസമരത്തെക്കുറിച്ചൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഒട്ടേറെ വാർത്തകൾ വന്നിട്ടുണ്ട്. അത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തൊക്കെ കുറേയേറെ കാലമായി ഇതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ തന്നെ നടക്കുന്നതിൻ്റെ വാർത്തകളുമൊക്കെ അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ പൊതുപ്രവർത്തകർക്കുമൊക്കെ അറിയാവുന്നതാണ്. അത്രയും മറന്നീക്കി അതൊന്നും പൊതുജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടില്ലെങ്കിലും പോലീസിൽ ഈ കേരളത്തിലെ ഏത് ഗവൺമെൻറ് ഇരുന്നാലും പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ചില ശാക്തിക ചേരികളും ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തെ മുൻവിധിയോടുകൂടി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അന്വേഷണം നടക്കട്ടെ. പക്ഷേ അന്വേഷണം നടക്കുന്ന വേളയിലെങ്കിലും പ്രധാനപ്പെട്ട നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കീഴുദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ആരോപണ വിധേയരായ ആളുകൾ ഇരിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ്. അത് ഗവൺമെൻറ് ആലോചിക്കേണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇക്കാര്യത്തിൽ ഇന്ന് കൂടുന്ന യോഗത്തിൽ കുറച്ചുകൂടി ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ വിഴുങ്ങേണ്ടി വരും. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ അൻവറെ, അതുപോലെ തന്നെ ജലീൽ, അതുപോലെ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഞാൻ ഈ വാർത്താ ചാനലിലേക്ക് വന്നപ്പോൾ ചിറ്റയം ഗോപകുമാർ എന്തോ പറഞ്ഞതായി കേട്ടു. സ്പീക്കർ ഷംസീറിൻ്റെ അഭിപ്രായങ്ങൾ പൊതുമണ്ഡലത്തിൽ കിടക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ആളുകളിൽ നിന്നുണ്ടാകുന്ന ഒരു രീതി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇത്ര വ്യാപകമായി ഉണ്ടായിട്ടില്ല. ശരി ശരി, അതാണ് ജോസഫ്. എന്തായാലും നമുക്കൊരു 3 മണിക്ക് ശേഷം ഈ യോഗത്തിൽ ഓരോ നേതാക്കന്മാരും എന്തായിരിക്കാം ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയെന്നൊക്കെ അറിയാൻ കഴിയും. ഇന്നത്തെ നിർണായകമായ LDFന്റെ യോഗമാണ്. അത്രത്തോളം പ്രസക്തി ആ യോഗത്തിന് കൂടിയുണ്ട് എന്നറിയിക്കുന്നു. വളരെയധികം നന്ദി ബിജിലി ജോസഫ്. ഒപ്പം റെജി ലൂക്കോസ് നിലപാടുകൾ അറിയിച്ചതിന്.